ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മസാല ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശമാവൊക്കെ ഓൾറെഡി ഞാൻ റെഡിയാക്കി. ഇന്നലെ ദോശക്കരി ഇടുമ്പോഴോ അല്ലെങ്കിൽ മാവ് അരയ്ക്കുമ്പോഴോ ഒന്നും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലിപ്പം മസാലയുടെ കഷ്ണങ്ങൾ വേവിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ മസാല ദോശയുടെ മസാല ഒന്ന് ഷെയർ ചെയ്താലോ എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇത്രയുള്ള ഒരു ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട്, ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുക്കറിൽ 4 വിസിലടിച്ച് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് ചേർത്തിരിക്കുന്നത് വേവിക്കുന്ന ടൈമിൽ. അപ്പൊ നമുക്ക് മസാല ദോശയുടെ മസാല ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങിന്റെ ഒക്കെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ പൊട്ടറ്റോ കൂടുതൽ എടുത്ത് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ സ്മാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ കഴിക്കുമ്പോൾ പൊട്ടറ്റോയുടെ ഫ്ലേവർ ആയിരിക്കും കൂടുതലായിട്ട് അറിയുകയും ചെയ്യുക, എന്നാൽ എല്ലാ വെജിറ്റബിൾസും അവർ കഴിക്കുകയും ചെയ്യും. പാൻ ചൂടായപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉഴുന്ന് കൂടി ചേർക്കാം. ഉഴുന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഈ ഒരു അരിപ്പയില് വെള്ളം ഊറാൻ വേണ്ടി വെച്ചേക്കുമായിരുന്നു. ഉഴുന്നിന്റെ കളറ് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറണം. ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയും പച്ചമുളകുമാണ് ചേർക്കുന്നത്. ഒരു മീഡിയം സൈസ്ഡ് ഉള്ളി ഇതുപോലെ അരിഞ്ഞതാണ്. ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കും എന്ന് പറയുമ്പോൾ ഉള്ളി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ടങ്ങ് വഴറ്റണ്ട, എന്നാലും അത്യാവശ്യം ഒന്ന് വാടി കിട്ടണം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഇപ്പൊ നമുക്ക് ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഞാൻ ഈ മസാലയ്ക്ക് വേറെ മസാലപ്പൊടികൾ ഒന്നും തന്നെ ചേർക്കാറില്ല. മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. അതുപോലെ നന്നായിട്ട് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചെറിയ തീയിൽ ഇളക്കിയെടുക്കുകയും ചെയ്യും. ഇനി ഈ സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയത്ത് ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാട്ടോ. ഇപ്പോ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചു നേരം അടച്ചു വെക്കണം. ഇതെല്ലാം വെന്ത കഷ്ണങ്ങൾ തന്നെയാണ്, എന്നാലും അത്യാവശ്യം നന്നായിട്ടൊന്ന് ആവി കയറണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അടച്ചു വെക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. വീണ്ടും അടച്ചു വെക്കുക, കാരണം കുറച്ചുകൂടെ ഒക്കെ ആവി കയറണം. അപ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആവുക. ഈ ഒരു പ്രക്രിയയാണ് ശരിക്കും മസാലയുടെ ടേസ്റ്റ് കൂട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇതുവരെ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. അതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലുമാണ്. അപ്പൊ അതുകൊണ്ട് ഫ്ലെയിം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഇളക്കി ഒക്കെ ചെയ്യാം. ഒരു 2-3 മിനിറ്റ്സ്. ഇനി ഓപ്പൺ ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറച്ചായിട്ട് ചേർത്ത് നിങ്ങൾക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് മസാല തയ്യാറാക്കി എടുക്കാം. ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചേർക്കുവാണ്. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെക്കുവാണ്. അങ്ങനെ നമ്മുടെ മസാല ദോശയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ക്യാരറ്റോ അല്ലെങ്കിൽ ബീട്രൂട്ടോ ഒട്ടും ഇഷ്ടമല്ല എങ്കിൽ അതങ്ങ് ഒഴിവാക്കുക. പൊട്ടറ്റോ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ മസാല റെഡിയാക്കി എടുക്കാൻ പറ്റും. നന്നായിട്ട് ഇങ്ങനെ ആവി വരുന്നത് വരെ മിക്സ് ചെയ്ത് എടുക്കുമ്പോഴാണ് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലും മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.